Good morning students. ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പൂവിൽ നിന്നും പൂവിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അല്ലെ കഴിഞ്ഞ ക്ലാസ്സില്. അപ്പോ ആ ആദ്യ പാഠഭാഗത്തിൽ നാം എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്? അതെ, പൂവും പൂവിന്റെ വിവിധ ഭാഗങ്ങളെയും നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചോദിക്കട്ടെ, എന്തൊക്കെയാണ് പൂവിന്റെ വിവിധ ഭാഗങ്ങൾ? നമുക്കൊന്ന് നോക്കാം, ഒന്ന് ഓർത്തു നോക്കാം അല്ലെ. അപ്പോ ഈ ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗമാണ് പൂഞ്ഞെട്ട് അല്ലെ. ഈ ഭാഗമോ? അതെ, പുഷ്പാസനം അല്ലെ, നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഈ ഭാഗം വിതളം, ഇത് ദളം അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഇതൾ എന്ന് പറയുന്ന ഭാഗം. പിന്നെ ഈ ഭാഗം അതെ ജനിപ്പുടം. ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് അതെ കേസരപ്പുടം അല്ലെ. അപ്പോ പൂവിനെ ചെടിയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പൂഞ്ഞെട്ട് അല്ലെ, ഈ ഭാഗം. പുഷ്പാസനം നമ്മൾ എന്തിനാ പറഞ്ഞത്? അതിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു, ധർമ്മം? അതെ, പുഷ്പാസനമാണ് പൂക്കളിൽ എല്ലാ പൂക്കൾക്കും ഒരു ഇരിപ്പിടം നൽകുന്ന ഭാഗം അല്ലെ. പിന്നെ വിതളം എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരുന്നത്? അതെ, മൊട്ടായി ഇരിക്കുമ്പോൾ സംരക്ഷണം കൊടുക്കുന്ന ഭാഗം അല്ലെ, പൂമുട്ടിനെ പൊതിഞ്ഞിരിക്കുന്ന ഭാഗമാണ് വിതളം. ദളം എന്ന് പറയുമ്പോൾ ഏറ്റവും മനോഹരമായ നിറത്തിൽ കാണുന്ന ആകർഷണീയമായ ഒരു ഭാഗം അല്ലെ, ഇതൾ എന്ന് പറയുന്ന ഭാഗമാണ് ദളം. ഇനി ഈ ഭാഗം അതെ ജനിപ്പുടം അല്ലെ. ജനിപ്പുടം എന്താ? അതെ, പൂവിന്റെ പെൺലിംഗ അവയവം അല്ലെ. ഈ ഭാഗമാണ് കേസരപ്പുടം, ഒരു പൂവിന്റെ ആൺലിംഗ അവയവം. അപ്പോ പൂവും പൂവിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചിരുന്നു അല്ലെ. അപ്പോ കേസരപ്പുടത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് അറിയാം, ജനിപ്പുടത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് അറിയാം. നമ്മൾ അപ്പൊ ആദ്യ ക്ലാസ്സിൽ നോക്കിയത് പൂവിന്റെ പുറമേയുള്ള ഭാഗം അല്ലെ, അതായത് പൂവിന്റെ ബാഹ്യ ഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. ഇനി നോക്കാൻ പോകുന്നത് പൂവിന്റെ ഉൾഭാഗത്തെ കുറിച്ച്, അതായത് പൂവിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൺലിംഗ അവയവമായിട്ടുള്ള കേസരപ്പുടവും പെൺലിംഗ അവയവമായിട്ടുള്ള ജനിപ്പുടത്തെയും കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കട്ടെ. നമുക്ക് ഒന്ന് കേസരപ്പുടവും ജനിപ്പുടവും രണ്ടും വെവ്വേറെ ആയിട്ട് ഒന്ന് വരച്ചു നോക്കി അടയാളപ്പെടുത്തി നോക്കിയാലോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഒന്ന് കേസരപ്പുടവും ജനിപ്പുടവും സെപ്പറേറ്റ് ആയി വരച്ച് ഒന്ന് ലേബൽ ചെയ്യൂ. അപ്പൊ എല്ലാവരും കേസരപ്പുടവും ജനിപ്പുടവും വരച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവ വേർതിരിക്കുന്ന ഭാഗങ്ങളെല്ലാം നോക്കാം അല്ലെ. അപ്പോ നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് കേസരപ്പുടം അല്ലെ. എല്ലാരും ഇങ്ങനത്തെ വരച്ചത്? ഓക്കെ, അപ്പോ കേസരപ്പുടം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഏതാണ് ഈ ഭാഗം? പറഞ്ഞ ഓർമ്മയുണ്ടോ? ഒന്ന് അതെ പരാഗി അല്ലെ. വെരി ഗുഡ്, പരാഗി. ഈ ഭാഗം ഏതാണ്? അതെ തന്തുകം അല്ലെ. അപ്പോ തന്തുകം. അപ്പോ പരാഗിയും തന്തുകവും ചേർന്നതാണ് നമ്മുടെ കേസരപ്പുടം. ഇനി ജനിപ്പുടത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കൂ, ജനിപ്പുടത്തിൽ എത്ര ഭാഗങ്ങളാണ് ഉള്ളത്? 3 ഭാഗങ്ങളുണ്ട് അല്ലെ. ഈ ഭാഗം ഏതാണ്? അതെ പരാഗണ സ്ഥലം. വെരി ഗുഡ്, പരാഗണ സ്ഥലം. ഓക്കെ, ഇനി താഴേക്ക് കാണുന്ന നീളത്തിലുള്ള ഭാഗം ഏതാണ്? അതെ സ്റ്റൈൽ അല്ലെങ്കിൽ ജനിദണ്ഡ് അല്ലെ. ജനിദണ്ഡ്. ഓക്കെ, ഇനി ഈ ഭാഗം ഏതാണ്? അതെ അണ്ഡാശയം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ട് അല്ലെ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോ നമ്മള് കേസരപ്പുടവും ജനിപ്പുടവും എങ്ങനെയാണ് വ്യത്യാസം, അവ ഏതൊക്കെ ഭാഗങ്ങളായിട്ടാണ് ഉള്ളത് നമുക്ക് അറിയാം അല്ലെ. അപ്പോ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നമുക്ക് എല്ലാ പൂക്കളിലും ഇവ രണ്ടിനെയും കാണാൻ സാധിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ പൂക്കൾക്കും ഇവ രണ്ടും ഒപ്പം ചേർന്ന് തന്നെ കാണാൻ സാധിക്കും? ഇല്ല അല്ലെ. നമുക്ക് കുറച്ച് ചിത്രങ്ങളിലേക്ക് പോയി നോക്കിയാലോ? പോയി നോക്കാം. അപ്പൊ ചിത്രം ശ്രദ്ധിക്കൂ. അപ്പൊ എല്ലാരും ചിത്രം
പൂക്കളൊന്ന് ശ്രദ്ധിച്ചോ? ഓക്കെ. അപ്പോ ഏതൊക്കെ പൂക്കളെയാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിഞ്ഞത്? ഓക്കെ, മത്തൻ പൂവ് കണ്ടു അല്ലെ, പിന്നെ വെണ്ടയുടെ പൂവ് കണ്ടു. ഓക്കെ, പിന്നെ അതെ മുളകിന്റെ പൂവ് കണ്ടു, പിന്നെ തക്കാളിയുടെ കണ്ടു, പിന്നെ പാവൽ, അതെ കുമ്പളം. വെരി ഗുഡ്. ഇങ്ങനെയുള്ള പൂക്കളുടെ ഒക്കെ നിങ്ങൾ ചിത്രം കണ്ടു അല്ലെ. അപ്പൊ ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഉദാഹരണം, അപ്പോ ടീച്ചർ നിങ്ങൾക്ക് ഈ പൂവ് കാണിച്ചു തരികയാണ്. എല്ലാവർക്കും അറിയാവുന്ന പൂവ് തന്നെയാണ് അല്ലെ. ഏതാണിത്? അതെ, ചെമ്പരത്തി. ചെമ്പരത്തിയില് നമുക്ക് കേസരപ്പുടവും ജനിപ്പുടവും ഒരേ പൂവിൽ തന്നെയാണോ കാണാൻ സാധിക്കുന്നത്? അതെ അല്ലെ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെമ്പരത്തിയെ വെച്ചിട്ടാണ് ഉദാഹരണം നമ്മൾ പറഞ്ഞത് അല്ലെ. വിവിധ ഭാഗങ്ങൾ പറഞ്ഞു. പൂഞ്ഞിട്ട്, പുഷ്പാസനം, വിതളം, ദളം, പിന്നെ കേസരപ്പുടം, ജനിപ്പുടം എല്ലാം നമുക്ക് ഈ ചെമ്പരത്തിയിൽ കാണാൻ സാധിക്കും. അപ്പോ ഈ ഒരു ചെമ്പരത്തിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കേസരപ്പുടവും ജനിപ്പുടവും ഒരേ പൂവില് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ പൂവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇത് ഏതാണ് പൂവ്? കുമ്പളം അല്ലെ. കുമ്പളത്തിന്റെ പൂവാണ്. ഈ പൂവ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോയതായിട്ട് തോന്നുന്നുണ്ടോ? ഇതിൽ ഒരു ഭാഗം മാത്രമില്ല. ഏതാണ്? അതെ, പെൺലിംഗ അവയവമായിട്ടുള്ള ജനിപ്പുടം ഇതിലില്ല അല്ലെ. ഇതിൽ ഏതാണ്? നമുക്ക് കേസരപ്പുടം ആൺലിംഗ അവയവം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഇതിന്റെ കേസരപ്പുടം ഇതിലാണ് എങ്കിൽ ജനിപ്പുടം ഇതിൽ കാണുന്നില്ല എന്നും നമ്മൾ പറഞ്ഞു. അപ്പൊ ജനിപ്പുടം എവിടെയായിരിക്കും കാണാൻ സാധിക്കുക? അതെ, ആ ചെടിയില് വേറെ ഏതെങ്കിലും ഒരു പൂവില് നമുക്ക് ജനിപ്പുടം കാണാൻ സാധിക്കും അല്ലെ. ഇതിലില്ല, വേറൊരു പൂവില് കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ചില പൂക്കളിൽ നമുക്ക് കേസരപ്പുടവും ജനിപ്പുടവും വെവ്വേറെ പൂക്കളിലായിട്ടാണ് കാണാൻ സാധിക്കുക. ഓക്കെ, അപ്പോ ഒരേ പൂവിൽ തന്നെ കേസരപ്പുടവും ജനിപ്പുടവും കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള പൂവിനെ നാം ഒരു പേരിൽ വിളിക്കുന്നുണ്ട്. അതാണ് ദ്വിലിംഗ പുഷ്പം. ദ്വിലിംഗ പുഷ്പം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദ്വിലിംഗ പുഷ്പം. ദ്വി എന്ന് പറയുമ്പോൾ രണ്ട് അല്ലെ, ലിംഗം എന്ന് പറയുമ്പോൾ രണ്ടും ഉണ്ട്. ആൺലിംഗ അവയവവും ഉണ്ട്, പെൺലിംഗ അവയവവും ഉണ്ട്. അപ്പോ ആൺലിംഗ അവയവവും പെൺലിംഗ അവയവവും ചേർന്ന ഭാഗം നമുക്ക് ഈ ഒരു പൂവിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പൊ കേസരപ്പുടവും ജനിപ്പുടവും ഒപ്പം ഒരേ പൂവിൽ കാണുകയാണെങ്കിൽ അവയെ നാം ദ്വിലിംഗ പുഷ്പം എന്നാണ് പറയുന്നത്. മറിച്ച് ഒരു പൂവിൽ ഏതെങ്കിലും ഒരു ലിംഗം മാത്രമാണ് ഉള്ളതെങ്കിൽ, അതായത് ഒന്നില്ലെങ്കിൽ കേസരപ്പുടമാകാം അല്ലെങ്കിൽ ജനിപ്പുടമാവാം, അങ്ങനെയുള്ള പുഷ്പത്തിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൂവിനെ നാം ഏകലിംഗ പുഷ്പം എന്നാണ് പറയുന്നത്. അറിയാം, ഏകലിംഗ പുഷ്പം എന്ന് പറയുമ്പോൾ ഒരു ലിംഗം, ഒന്നില്ലെങ്കിൽ കേസരപ്പുടമാകാം അല്ലെങ്കിൽ ജനിപ്പുടമാകാം. അപ്പോ നമുക്കൊരു കാര്യം ഇവ മനസ്സിലായി. ഒരു പൂവിൽ കേസരപ്പുടമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നാം എന്ത് പറയുന്നു? അത് ഏത് പൂവാണ്? അതെ, അത് ആൺപൂവാണ് അല്ലെ. അപ്പൊ ആൺപൂക്കൾ എന്ന് പറയുമ്പോൾ ആ പൂവിൽ കേസരപ്പുടമായിരിക്കും ഉണ്ടാവുക. മറിച്ച് ജനിപ്പുടം മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ഒരു പൂവിനുണ്ടെങ്കിൽ അത് പെൺപൂവാകും അല്ലെ. അപ്പൊ ആൺപൂവും പെൺപൂവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായി അല്ലെ. അപ്പോ നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഏതാണ്? ഏകലിംഗ പുഷ്പവും ദ്വിലിംഗ പുഷ്പവും അല്ലെ. അപ്പോ ഏകലിംഗ പുഷ്പം അല്ലെ. എന്താണ് ഏകലിംഗ പുഷ്പം എന്ന് പറഞ്ഞത്? ഏതെങ്കിലും ഒന്ന്, അതായത് കേസരപ്പുടമോ ജനിപ്പുടമോ മാത്രം നമുക്ക് ഈ പുഷ്പത്തിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഏകലിംഗ പുഷ്പം. ഇനി രണ്ടും കാണുകയാണെങ്കിൽ അതിനെ നാം എന്താ പറഞ്ഞത്? അതെ, ദ്വിലിംഗ പുഷ്പം. ദ്വിലിംഗ പുഷ്പം. ഓക്കെ, അപ്പോ ഏകലിംഗ പുഷ്പം പറഞ്ഞു, ദ്വിലിംഗ പുഷ്പത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയെങ്കിൽ ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് തരാം, ഉദാഹരണങ്ങൾ തരാം. അതിൽ നിന്നും നിങ്ങൾക്ക് ഏതാണ് ഏകലിംഗ പുഷ്പം, ഏതാണ് ദ്വിലിംഗ പുഷ്പം എന്ന് നിങ്ങൾ 2 ബോക്സ് ആക്കിയിട്ടൊന്ന് എഴുതി നോക്കുക. ഓക്കെ, അപ്പോ നമുക്ക് സൂചകങ്ങളിലേക്ക് പോവാം അല്ലെ. ഓക്കെ.
അപ്പൊ എല്ലാവരും ഏതൊക്കെയാണ് ഏകലിംഗ പുഷ്പം, ഏതൊക്കെയാണ് ദ്വിലിംഗ പുഷ്പം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. അപ്പോ നമുക്ക് ശരിയാണോ തെറ്റാണോ നോക്കാം. നമുക്കപ്പോ ഓരോന്നായിട്ട് നോക്കാം അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം കണ്ടത് മത്തന്റെ പൂവായിരുന്നു അല്ലെ. അപ്പോ ഈ മത്തൻ എന്ന് പറയുന്നത് ഏകലിംഗമാണോ ദ്വിലിംഗമാണോ? ഏകലിംഗമാണ് അല്ലെ. നമ്മൾ നേരത്തെ കണ്ട ആ കുമ്പളത്തിന്റെ പൂ പോലെ തന്നെയാണ്. എന്താണ് അതില് ഏകലിംഗമാണ്, അതായത് കേസരപ്പുടമോ ജിനിപ്പുടമോ മാത്രമേ ഉള്ളൂ അല്ലെ. വേറെ ഒരു ലിംഗം അത് വേറെ ഒരു പൂവിലാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോ മത്തൻ ഏകലിംഗം. അപ്പോ പീസോട് ഒട്ടിച്ചു. അപ്പൊ നിങ്ങളും ഏകലിംഗത്തിൽ തന്നെയല്ലേ മത്തൻ എഴുതിയത്? ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾ കണ്ട പൂവ് വെണ്ടടയായിരുന്നു അല്ലെ. വെണ്ട ഏകലിംഗമാണോ ദ്വിലിംഗമാണോ? ദ്വിലിംഗമാണ് അല്ലെ. രണ്ടും കേസരപ്പുടവും ജനിപ്പുടവും നമുക്ക് ഒരു പൂവിൽ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോ ദ്വിലിംഗത്തില് വെണ്ട ഒട്ടിച്ചു. ഓക്കെ. ഇനി അടുത്തത് പടവലം അല്ലെ. പടവലം എന്ന് പറയുന്നത് കേസരപ്പുടം ജനിപ്പുടം ഒപ്പം കാണാൻ കഴിയുമോ? ഇല്ല അല്ലെ. അപ്പൊ പടവലം ഏതിലാ വരിക? ഏകലിംഗത്തില് അല്ലെ. ഇവിടെ പടവലം ഏകലിംഗത്തില് പേസ്റ്റ് ചെയ്യും. ഇനി ചെമ്പരത്തി. ചെമ്പരത്തി ഏകലിംഗമാണോ ദ്വിലിംഗമാണോ നമുക്ക് അറിയേണ്ടത് ആവശ്യം അല്ലെ. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തു. രണ്ടും നമുക്ക് ഒരു പൂവിൽ തന്നെ കാണാൻ കഴിയും. അപ്പോ ദ്വിലിംഗം. അടുത്തത് നിങ്ങൾ ഏത് പൂവാ കണ്ടത്? മാവ് അല്ലെ. ഈ മാവ് എന്ന് പറയുന്നത് ദ്വിലിംഗമാണോ ഏകലിംഗമാണോ? ദ്വിലിംഗമാണ് അല്ലെ. രണ്ടും നമുക്ക് ഒരുമിച്ച് കാണാൻ കഴിയും അല്ലെ. അപ്പോ ദ്വിലിംഗം. ഇനി അടുത്തത് നമുക്ക് വെള്ളരി നോക്കാം അല്ലെ. വെള്ളരി ഏതാണ്? ഏകലിംഗമാണോ ദ്വിലിംഗമാണോ? ഏകലിംഗമാണ് അല്ലെ. ഏകദേശം നമ്മുടെ മത്തനും കുമ്പളത്തിന്റെ ഒക്കെ പൂ പോലെ തന്നെയാണ് നമുക്ക് വെള്ളരിയും കാണാൻ സാധിക്കുന്നത് അല്ലെ. അപ്പോ വെള്ളരി ടീച്ചറോട് ഒട്ടിക്കുകയാണ്. ഏകലിംഗം. ഓക്കെ. ഇനി അടുത്തത് പപ്പായ. നമുക്കറിയാം പപ്പായ എന്ന് പറയുന്നത് ഏകലിംഗമാണോ ദ്വിലിംഗമാണോ? ഏകലിംഗമാണ് അല്ലെ. അവയുടെ കേസരപ്പുടവും ജനിപ്പുടവും വെവ്വേറെ ചെടിയിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അല്ലെ. അപ്പോ പപ്പായ ഇവിടെ ഒട്ടിക്കുന്നത് ഏകലിംഗം. ഓക്കെ. ഇനി നമ്മൾ അവസാനമായി കണ്ടത് വഴുതിനയുടെ പൂവായിരുന്നു അല്ലെ. വഴുതിനയുടെ പൂവിലെ നമുക്ക് ഏത് കാണാൻ സാധിക്കും? രണ്ടും കാണാൻ സാധിക്കും അല്ലെ. അപ്പോ ഇത് ഏതിലാ വരിക? അതെ, ദ്വിലിംഗം അല്ലെ. അപ്പോ വഴുതിന എന്ന് പറയുന്നത് ഒരു ദ്വിലിംഗ പുഷ്പമാണ് അല്ലെ, അതിന്റെ പൂവ്. അപ്പോ ഏതൊക്കെയാണ് ഏകലിംഗം ഏതൊക്കെയാണ് ദ്വിലിംഗം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഏകലിംഗത്തിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ദ്വിലിംഗം എന്ന് പറയുമ്പോൾ ഒരു പൂവിൽ തന്നെ നമുക്ക് കേസരപ്പുടവും ജനിപ്പുടവും കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കുറെ ഉദാഹരണങ്ങൾ അല്ലെ, ഏതൊക്കെയാണ് ആൺപൂവ് ഏതൊക്കെയാണ് പെൺപൂക്കൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ടീച്ചർ ഒരു കാര്യം പറയും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കൂ കേട്ടോ. ഒരു മത്തൻ വള്ളി, നമ്മൾ സാധാരണ ഒരു മത്തൻ വള്ളി കാണാറുണ്ട്. അതിൽ കുറെ മഞ്ഞ നിറത്തിലുള്ള പൂക്കളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോ അതിൽ എല്ലാ പൂക്കളും മത്തനായി മാറാറുണ്ടോ? എല്ലാ മത്തൻ പൂവും മത്തനായി മാറുന്നില്ല അല്ലെ. എന്താണ് കാരണം? അതെ, അവിടെ ആൺപൂക്കളുമുണ്ട് പെൺപൂക്കളുമുണ്ട് അല്ലെ. പെൺപൂക്കൾ മാത്രമാണ് മത്തനായി മാറാൻ സാധിക്കുന്നത്. അപ്പോ ഒരു പൂവിൽ, അതായത് മത്തനായി മാറുന്ന പൂവിൽ ഏത് ലിംഗമായിരിക്കും ഉണ്ടാവുക? അതെ, പെൺലിംഗ അവയവമായിട്ടുള്ള ജനിപ്പുടം മാത്രമായിരിക്കും അല്ലെ. അതുപോലെ കായ്ക്കാത്ത പൂക്കളിൽ നമുക്ക് ആൺലിംഗ അവയവമായിട്ടുള്ള കേസരപ്പുടമാണ് കാണാൻ സാധിക്കുക. അപ്പോ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഇപ്പൊ പറയാൻ സാധിക്കൂ, ഏതിലൊക്കെയാണ് നമുക്ക് രണ്ടും കാണാൻ സാധിക്കുന്നത് എന്ന്? നമുക്ക് കുറച്ച് ചിത്രങ്ങളിലേക്ക് പോകാം അല്ലെ. ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിച്ചത്? അതെ, തെങ്ങ്, കവുങ്ങ്, പ്ലാവ് അല്ലെ. അപ്പോ ഈ തെങ്ങില് നമുക്ക് ആൺപൂവിനെയും പെൺപൂവിനെയും ഒപ്പം കാണാൻ കഴിയും അല്ലെ. പെൺപൂവാണ് മച്ചിങ്ങയായിട്ട് പിന്നീട് വീഴുന്നത്. ആൺപൂവ് നമുക്ക് നീളത്തിൽ കാണാൻ സാധിക്കും അല്ലെ. അതുപോലെ കവുങ്ങിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്.
അടക്കയായിട്ട് മാറുന്നത് പെൺപൂവും ബാക്കി കാണുന്നത് ആൺപൂവുമാണ്. പ്ലാവില് പെൺപൂക്കളാണ് നമുക്ക് നല്ലൊരു ചക്കയായിട്ട് കാണാൻ സാധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില ചക്ക ചെറിയ സൈസിലായിട്ടുള്ള ചക്കയിൽ ഫുള്ളും കറുപ്പ് നിറത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലെ, അത് ആൺപൂക്കളാണ്. അത് പിന്നീട് എന്താണ് കൊഴിഞ്ഞു പോവാറുണ്ട് അല്ലെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ കറുപ്പ് കളറിൽ കറുത്ത നിറത്തിൽ കൊഴിഞ്ഞു വീഴുന്ന ആ ഒരു ഫലം എന്ന് പറയുന്നത് ആൺപൂക്കൾ ഉള്ളതാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇനിയും ധാരാളം ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെയാണോ ഒരു പൂവിൽ തന്നെയാണോ കാണാൻ കഴിയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കണ്ടെത്തി ഈ ഏകലിംഗ പുഷ്പത്തിനും ദ്വിലിംഗ പുഷ്പത്തിനും നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ കൂട്ടാൻ സാധിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഏകലിംഗ പുഷ്പം ദ്വിലിംഗ പുഷ്പം എന്നാണ് അല്ലെ. അപ്പോ ഈ ഏകലിംഗ പുഷ്പമുള്ള ചെടികളെ അല്ലെങ്കിൽ സസ്യങ്ങളെ നാം ഏകലിംഗ സസ്യം എന്നാണ് പറയുന്നത്. അതായത് ആ ചെടികളിൽ അല്ലെങ്കിൽ ആ ചെടിയിൽ അല്ലെങ്കിൽ ആ സസ്യത്തിൽ ഉള്ള പൂവുകൾക്ക് ഏതെങ്കിലും ഒരു ലിംഗം മാത്രമാണ് ഉണ്ടാവുക. ഒന്നില്ലെങ്കിൽ ജനിപ്പുടമാവാം അല്ലെങ്കിൽ കേസരപ്പുടമാവാം. അങ്ങനെയുള്ള സസ്യങ്ങളെ, അതായത് ഏകലിംഗ പുഷ്പമുള്ള സസ്യങ്ങളെ നാം ഏകലിംഗ സസ്യങ്ങൾ എന്നും ദ്വിലിംഗ പുഷ്പങ്ങൾ ഉള്ള ചെടികളെ അഥവാ സസ്യത്തെ നാം ദ്വിലിംഗ സസ്യങ്ങൾ എന്നാണ് പറയുന്നത്. അവയ്ക്ക് രണ്ടും കേസരപ്പുടവും ജനിപ്പുടവും കാണാൻ കഴിയും. ഇനി ടീച്ചർ ചോദ്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് ചെടികളിൽ ഫലം ഉണ്ടാവുക? നിങ്ങൾക്ക് അറിയൂ? ടീച്ചർ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ വീഡിയോയിലേക്ക്. ഇത് ഒരു കുമ്പളത്തിന്റെ പൂവാണ്. ഇത് ഒരു ഏകലിംഗ പുഷ്പമാണ്. നമുക്കറിയാം ഇതിൽ കേസരപ്പുടം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്, ജനിപ്പുടം ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഇത് ഏകലിംഗ പുഷ്പമാണ്. ഈ കേസരപ്പുടത്തിലെ പരാഗിയിലാണ് നമുക്ക് പരാഗരേണു കാണുന്നത്. പരാഗരേണുവിൽ നമുക്ക് മെയിൽ ഗാമേറ്റ് അഥവാ പുംബീജം കാണാൻ സാധിക്കും. ഈ പുംബീജമാണ് ജനിപ്പുടത്തിലെ അണ്ഡാശവുമായി കൂടിച്ചേർന്ന് ഫലം ഉണ്ടാവാൻ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് പുംബീജം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പരാഗിയിൽ നിന്നും തട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പൂമ്പൊടി അഥവാ പരാഗരേണു കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പരാഗരേണുവിലാണ് പുംബീജം അഥവാ മെയിൽ ഗാമീറ്റ് കാണുന്നത്. ഈ പുംബീജമാണ് ജനിപ്പുടത്തിലെ അണ്ഡാശവുമായി കൂടിച്ചേർന്ന് ഫലം ഉണ്ടാകുവാൻ സഹായിക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തെ നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. പരാഗരേണുക്കളിൽ നിന്ന് പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരണം. പുംബീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കരണം അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാരും വീഡിയോ കണ്ടു അല്ലെ? എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായതെന്ന് അറിയൂ? ഈ ഒരു രീതിയിലാണ് ചെടികളിൽ ഫലം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഈ വീഡിയോയിൽ നമ്മുടെ പെൺലിംഗ അവയവമായിട്ടുള്ള ജനിപ്പുടത്തെ കാണാൻ കഴിയും അല്ലെ. ജനിപ്പുടത്തിന്റെ 3 വിവിധ ഭാഗങ്ങളും നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് വരച്ചു നോക്കാം അല്ലെ. അപ്പോ ജനിപ്പുടം വരയ്ക്കുകയാണ്. ഇങ്ങനെയാണ് ജനിപ്പുടം ഉണ്ടാവുക അല്ലെ. ജനിപ്പുടത്തിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. നമ്മളിവിടെ പറഞ്ഞിരുന്നു. ഈ ഭാഗം അത് പരാഗണ സ്ഥലം, ഈ ഭാഗം ജനിതണ്ട്, ഈ ഭാഗം അണ്ഡാശയം അല്ലെ. നമ്മൾ തുടക്കത്തിൽ തന്നെ ഇവ രണ്ടും വേർതിരിച്ച് പറഞ്ഞിരുന്നു. അപ്പോ ഇവിടെ നമുക്ക് ഈ ഭാഗം, അതായത് ഈ പരാഗണ സ്ഥലം അല്ലെ, ഈ പരാഗണ സ്ഥലത്ത് നമ്മുടെ പരാഗരേണു വന്ന് വീണ് കിടക്കും. അതായത് കേസരപ്പുടത്തിൽ നിന്നുമുള്ള പരാഗരേണുക്കൾ ഈ ഒരു പരാഗണ സ്ഥലത്താണ് കാണാൻ സാധിക്കുന്നത്. പരാഗണ രേണുക്കൾ നമ്മൾ എന്താ പറഞ്ഞു? പൊള്ളനാണ് അല്ലെ. നമ്മൾ പൂവിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് ടീച്ചർ കാണിച്ചതുണ്ടായിരുന്നു. അപ്പോ ഈ പരാഗണ സ്ഥലത്ത് പരാഗരേണു വന്ന് വീണ് കഴിഞ്ഞാൽ അത് പിന്നീട് ഈ ജനിതണ്ടിലൂടെ വന്നു കഴിഞ്ഞ് ഇവിടെയുള്ള അണ്ഡാശയത്തിലെ അണ്ഡവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവ ബന്ധപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ ബന്ധപ്പെട്ടതിന് ശേഷമാണ് നമുക്ക് ഒരു ഫലം ഉണ്ടാകും. അതായത് പെൺലിംഗ അവയവമായിട്ടുള്ള ജനിപുടത്തിലെ പരാഗണ സ്ഥലത്ത്
ഈ പൊള്ളൻ അഥവാ നമ്മുടെ ഈ പൂമ്പൊടി അല്ലെ, അതായത് പരാഗരേണു, ആ പരാഗരേണു ഈ ഒരു ജനിതണ്ടിലൂടെ ഇറങ്ങി, അതായത് പരാഗണ സ്ഥലത്തെത്തി ജനിതണ്ടിലൂടെ വന്ന് പിന്നെ അണ്ഡാശയ ഭാഗത്തിലെ അണ്ഡവുമായി കൂടിച്ചേരുന്നു എന്നതിന് ശേഷമാണ് നമുക്ക് ഫലമായിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു പ്രവർത്തനം, ഇതിനൊരു പേരുണ്ട്. ഇതിനെ നാം ബീജസങ്കലനം എന്നാണ് പറയുന്നത്. എന്താണ്? ബീജസങ്കലനം. ബീജസങ്കലനം. ഓക്കെ, ഇതിനെ നമ്മൾ ഇംഗ്ലീഷില് ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഒന്നും കൂടെ എന്താണ് ബീജസങ്കലനം എന്ന് പറയാം. നമ്മുടെ ഈ കേസരകുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുവിൽ കാണുന്ന പുംബീജം പെൺലിംഗ അവയവമായിട്ടുള്ള ജനികുടത്തിലെ പരാഗണ സ്ഥലത്ത് വന്ന് പതിച്ചതിന് ശേഷം ഈ മെയിൽ ഗാമീറ്റ് പരാഗരേണുവിലുള്ള പുംബീജം ജനിതണ്ടിലൂടെ വന്ന് അണ്ഡാശയ ഭാഗത്തിലെ അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനത്തിനെയാണ് നാം ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തതെന്ന് നോക്കാം അല്ലെ. അപ്പോ ആദ്യത്തെ ക്ലാസ്സിൽ പൂവിന്റെ പുറമേയുള്ള ഭാഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മള് പൂവിന്റെ ഉള്ളിൽ അല്ലെ, ഈ ഭാഗത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ നമ്മൾ കേസരപുടവും ജനിപുടവും എന്താണ് പറഞ്ഞു, അവയുടെ ഓരോ ഭാഗങ്ങളെയും നമ്മൾ എടുത്തു പറഞ്ഞു അല്ലെ. അതിനുശേഷം നമ്മൾ ഏകലിംഗ പുഷ്പവും ഏകലിംഗ സസ്യങ്ങളെ കുറിച്ചും പറഞ്ഞു. അതായത് അവർക്ക് ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ കേസരപുടമാകാം അല്ലെങ്കിൽ ജനിപുടമാകാം, ഇവ ഏതെങ്കിലും ഒന്നേ കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പറഞ്ഞത് ദ്വിലിംഗ പുഷ്പമാണ്. അതായത് കേസരപുടവും ജനിപുടവും ഒപ്പം ഒരേ പൂവിൽ കാണാൻ സാധിക്കുന്നതാണ് ദ്വിലിംഗ പുഷ്പം. അങ്ങനെയുള്ള സസ്യത്തെ നാം ദ്വിലിംഗ സസ്യങ്ങൾ എന്നും പറഞ്ഞു അല്ലെ. അവയ്ക്ക് ധാരാളം നമ്മൾ ഉദാഹരണങ്ങളും നോക്കി. അതുപോലെ എങ്ങനെയാണ് ഫലം ഉണ്ടാവുന്നത് അല്ലെ, ഫ്രൂട്ട് എങ്ങനെയാ ഉണ്ടാവുന്നത് എന്നും നമ്മൾ നോക്കി. അത് ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ആ പ്രവർത്തനമാണ് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ. ഇതൊക്കെ നോക്കി അല്ലെ. അപ്പോ ടീച്ചർ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. ഹോംവർക്ക് ഇതാണ്. നമ്മള് ഏകലിംഗവും ദ്വിലിംഗ പുഷ്പങ്ങളെ കുറിച്ചൊക്കെ നോക്കി അല്ലെ. അപ്പോ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഏകലിംഗ പുഷ്പം, ഏതൊക്കെയാണ് ദ്വിലിംഗ പുഷ്പം എന്ന് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ചെറിയൊരു മിനി ആൽബം ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അതൊരു ഹോംവർക്കാണ്. അതായത് ഏകലിംഗം ദ്വിലിംഗ പുഷ്പങ്ങളുടെ പിക്ചേഴ്സ്, ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു മിനി ആൽബം ആയിട്ട് തയ്യാറാക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പഠിപ്പിച്ചതിൽ നിന്നും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശാസ്ത്ര ബുക്കിൽ തന്നെ കുറിച്ചു വെക്കുക. അടുത്ത ക്ലാസ്സിലേക്ക് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഏവർക്കും